എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പാർലമെൻറ്റിൽ ഒരു MP വികാരാധീനനാകുന്നു. തൊണ്ടയിടറുന്നു, കണ്ണുകൾ നിറയുന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ 4 പോരാളികളെ ബ്രിട്ടീഷുകാർ കഴുമരത്തിലേറ്റിയ അവസാന നിമിഷങ്ങൾ അദ്ദേഹം വിവരിക്കുകയാണ്. റഹീം എന്ന നമ്മുടെ നാട്ടിൽ നിന്നുള്ള CPMൻ്റെ MP. ഞാൻ ആ ദൃശ്യം അതീവ ശ്രദ്ധയോടെയാണ് കണ്ടത്. ഹൃദയസ്പർശിയായ വാക്കുകൾ, ചരിത്രത്തോടുള്ള ആദരവ്, മികച്ച അവതരണം. പക്ഷേ ആ നിമിഷം എൻ്റെ മനസ്സിൽ ഉയർന്നത് ഒരു ചോദ്യമാണ്. ചരിത്രം അറിയാവുന്ന ആർക്കും അവരുടെ മനസ്സിൽ ഉയരേണ്ടുന്ന ഒരു ചോദ്യം: എത്രത്തോളം കാപട്യം കാണിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയും? കാരണം ആ 4 പോരാളികൾ കഴുമരത്തിലേക്ക് നടന്നു കയറിയ അതേ കാലത്ത് അവരുടെ നേതാവിനെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് വിളിച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയില്ല എങ്കിൽ ആ കഥയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നോക്കാം. നേതാജി സുഭാഷ് ചന്ദ്രബോസിന് ഒരു രഹസ്യ ഇൻ്റലിജൻസ് സംഘമുണ്ടായിരുന്നു. പെനാങ് ആസ്ഥാനമാക്കി പ്രവർത്തിച്ച ആ സംഘത്തിൽ 2 മലയാളികളും ഉണ്ടായിരുന്നു: വക്കം അബ്ദുൽ ഖാദറും അനന്തൻ നായരും. ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി വിവരശേഖരണം നടത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ദൗത്യം. വളരെ അപകടകരമായിട്ടുള്ള, ജീവൻ പണയം വെച്ചിട്ടുള്ള ഒരു ദൗത്യം. അങ്ങനെയിരിക്കെ 1942 സെപ്റ്റംബർ 27 രാത്രി മലബാർ തീരത്ത് വെച്ച് ബ്രിട്ടീഷുകാർ അവരെ പിടികൂടുന്നു. ഈ തീയതി നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കണം: 1942 സെപ്റ്റംബർ മാസം 27. അതെന്തുകൊണ്ട് ഓർത്തു വയ്ക്കണം എന്ന് ഞാൻ പറയുന്നു എന്ന് വെച്ചാൽ അത് അല്പം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതിനുശേഷം ഇവരുടെ വിചാരണ നടക്കുന്നു. അതിൽ 5 പേർക്ക് വധശിക്ഷ വിധിക്കപ്പെടുന്നു. ഒടുവിൽ ബോണിഫേസ് പെരേര എന്നയാളിൻ്റെ വധശിക്ഷ ഒഴിവാക്കുന്നു. ബാക്കി 4 പേർക്ക്, അതിൽ വക്കം അബ്ദുൽ ഖാദറുണ്ട്, അനന്തൻ നായരുണ്ട്, സത്യേന്ദ്ര ബർദാനുണ്ട്, ഫൗജ സിംഗ് ഉണ്ട്. ഈ ആൾക്കാർക്ക് വധശിക്ഷ ഉറപ്പിക്കപ്പെടുന്നു. അടുത്ത ദൃശ്യം 1943 സെപ്റ്റംബർ 10 നമ്മൾ കാണുന്നത് മദ്രാസ് സെൻട്രൽ ജയിലാണ്. യാതൊരു വിധത്തിലുള്ള ഭയവുമില്ലാതെ, ചെയ്ത കാര്യത്തിൽ ഒരു തരത്തിലുള്ള പശ്ചാത്താപവുമില്ലാതെ ആ 4 ചെറുപ്പക്കാർ കഴുമരത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ ജയ് വിളിച്ച്, നമ്മുടെ ഭാരതത്തിന് ജയ് വിളിച്ച്, ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യം അവസാനിക്കട്ടെ എന്ന് പറഞ്ഞ് വന്ദേമാതരം ഈണത്തിൽ ചൊല്ലി 25ഉം 30ഉം വയസ്സ് പോലും തികയാത്ത ആ ചെറുപ്പക്കാർ അങ്ങനെ കഴുമരത്തിലേക്ക് നടന്നെടുക്കുകയാണ്. അവർക്ക് സ്വപ്നങ്ങളുണ്ടായിരുന്നു, കുടുംബങ്ങളുണ്ടായിരുന്നു, ഭാവിയുണ്ടായിരുന്നു. അതെല്ലാം അവരവരുടെ രാജ്യത്തിനായി വെച്ചൊഴിഞ്ഞു. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിലൂടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി അവരുടെ സർവസ്വവും രാജ്യത്തിനു വേണ്ടി ത്യജിച്ചിട്ടാണ് അവർ കഴുമരത്തെ പോകാനായി പോയത്. ഇതാണ് റഹീമിനെ വികാരാധീനനാക്കിയ ആ ചരിത്രം. ഇതാണ് സത്യത്തിൽ ഏതൊരു ഇന്ത്യക്കാരനെയും വികാരാധീനനാക്കേണ്ടുന്ന ചരിത്രം. പക്ഷേ ഇനിയാണ് യഥാർത്ഥ കഥ തുടങ്ങുന്നത്. ഖാദറും അനന്തരും അറസ്റ്റ് ചെയ്യപ്പെട്ട ദിവസം ഞാൻ നിങ്ങളോടൊന്ന് ഓർത്തു വയ്ക്കാനായിട്ട് പറഞ്ഞിരുന്നു: 1942 സെപ്റ്റംബർ മാസം 27. അതേ ദിവസം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായിട്ടുള്ള പീപ്പിൾസ് വാറിൽ ഭവാനി സെൻ എഴുതിയ ലേഖനത്തിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ അവർ വിശേഷിപ്പിച്ചത് എന്താണ് എന്ന് നമ്മൾ അറിയണം: രാജ്യദ്രോഹി അഥവാ ട്രൈറ്റർ. അദ്ദേഹം സ്ഥാപിച്ചിരുന്ന ഫോർവേഡ് ബ്ലോക്കിലുണ്ടായിരുന്ന അംഗങ്ങളെ ആൻറ്റി നാഷണൽസ് അഥവാ ദേശവിരുദ്ധർ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ ജീവൻ പണയം വെച്ച് പോരാടിയ 10,000-കണക്കിന് ഇന്ത്യക്കാരെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആനയിച്ച ഒരു പ്രമുഖ നേതാവിനെക്കുറിച്ചാണ്, പ്രിൻസ് എമംഗ് പാട്രിയറ്റ്സ് എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച ഒരു നേതാവിനെക്കുറിച്ചാണ് അന്നത്തെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യദ്രോഹി എന്ന് വിളിച്ചത്. ഇനി ഖാദറും അനന്തരും തൂക്കിലേറ്റപ്പെട്ട തീയതി നമ്മൾ ഓർക്കുക: 1943 സെപ്റ്റംബർ മാസം 10. ആ തീയതിക്ക് 2 ആഴ്ച കഴിഞ്ഞ് 1943 സെപ്റ്റംബർ 26 ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇതേ പീപ്പിൾസ് വാറിൽ ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിക്കപ്പെടുന്നു. നേതാജിയെ അപമാനിക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കാർട്ടൂൺ. പന്നിയുടെ മുഖമുള്ള ജപ്പാൻ പ്രീമിയർ ജനറൽ ഹിദക്കി ടോജോയുടെ കയ്യും പിടിച്ച് ഒരു കുറിയ നിസ്സഹായനായ മനുഷ്യനായി നേതാജിയെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു കാർട്ടൂൺ. ജപ്പാൻ്റെ കയ്യിലെ വെറും കളിപ്പാവയാണ് നേതാജി എന്ന് പരിഹസിക്കുന്ന കാർട്ടൂൺ. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനെ പൂർണ്ണമായും തിരസ്കരിക്കുന്ന ഒരു കാർട്ടൂൺ. ഖാദറും അനന്തനും ഉൾപ്പെട്ട ഈ 4 പോരാളികളുടെ രക്തം ഉണങ്ങുന്നതിന് മുമ്പ് അവരുടെ നേതാവിനെ പരിഹസിക്കാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഉളുപ്പില്ലായ്മ വ്യക്തമാക്കുന്നത്. ഇത് സത്യത്തിൽ ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. ജർമ്മൻ മന്ത്രി യോസഫ് ഗീബൽസിൻ്റെ കയ്യിലെ പൂച്ചയായി അവർ നേതാജിയെ ചിത്രീകരിച്ച കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു. ടോജോയുടെ വെറും മുഖംമൂടിയായി അദ്ദേഹത്തിനെ ചിത്രീകരിച്ചു. പട്ടിണി കിടക്കുന്ന ഇന്ത്യക്കാരുടെ തലയിൽ വീഴുന്ന ബോംബായി അദ്ദേഹത്തിനെ ചിത്രീകരിച്ചു. ജപ്പാൻ്റെ സംരക്ഷണത്തിൽ ഒരു മരത്തിൽ കയറി സൂക്ഷ്മദർശിനിയിലൂടെ ഇന്ത്യയിലേക്ക് നോക്കുന്ന ഭീരുവായി അദ്ദേഹത്തിനെ ചിത്രീകരിച്ചു. തോക്കും ബോംബും ഒക്കെ കയ്യിൽ ഏന്തി വരുന്ന ടോജോയെ വഹിക്കുന്ന കഴുതയായിട്ട് പോലും നേതാജിയെ അവർ ചിത്രീകരിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശസ്നേഹികളിലെ രാജകുമാരൻ എന്ന് മഹാത്മാഗാന്ധിജി വിശേഷിപ്പിച്ച നേതാജിയെയാണ്
ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയേറെ അവഹേളിച്ചത്, അപഹസിച്ചത്, നിന്ദിച്ചത്? ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം, മറച്ചുവെക്കപ്പെട്ട ചരിത്രം, പറയാൻ അധികമാരും തയ്യാറാകാത്ത ചരിത്രം. ഇന്ന് അതേ പാർട്ടിയുടെ പിൻതലമുറയിലുള്ള ശ്രീ എ റഹീം നേതാജിയുടെ പോരാളികളുടെ ത്യാഗം വാഴ്ത്തി പാർലമെൻറ്റിൽ കണ്ണീരൊഴുക്കുന്നു. അതിലെനിക്ക് യാതൊരു വിധത്തിലുള്ള എതിർപ്പുമില്ല. സന്തോഷം മാത്രമേ ഉള്ളൂ, സംതൃപ്തി മാത്രമേ ഉള്ളൂ. ആ ത്യാഗം വാഴ്ത്തപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ഒരു ചോദ്യമുണ്ട്. വക്കം അബ്ദുൽ ഖാദറിനെയും അനന്തൻ നായരെയും കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് അവരുടെ നേതാവിനെ രാജ്യദ്രോഹി എന്ന് വിളിച്ചതിന്, അദ്ദേഹത്തിനെ കാർട്ടൂണുകളിലൂടെ നിരന്തരം അപമാനിച്ചതിന്, അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ട വീര്യത്തിനെ പൂർണ്ണമായും അവഗണിച്ചതിന് നിങ്ങൾ മാപ്പ് പറയണം. ചരിത്രത്തെ അങ്ങനെ സൗകര്യം പോലെ ഓർക്കുകയും മറക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ എളുപ്പമാണ് ശ്രീ റഹീം. ത്യാഗം വാഴ്ത്താൻ എളുപ്പമാണ്, വികാരാധീനനാകാൻ എളുപ്പമാണ്. പക്ഷേ നിങ്ങളുടെ പാർട്ടി, നിങ്ങളുടെ പൂർവികർ അവർ ചെയ്ത അപമാനത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ലേശം ബുദ്ധിമുട്ടാണ്. നേതാജിക്ക് ജയ് വിളിച്ച്, ബ്രിട്ടീഷുകാർക്കെതിരെ മുദ്രാവാക്യം വിളിച്ച്, വന്ദേമാതരം ചൊല്ലി കഴുമരത്തിലേറിയ 4 പോരാളികളെ ഓർക്കാൻ, അവരെക്കുറിച്ച് സംസാരിക്കാൻ, അവർക്കായി വികാരം കൊള്ളാൻ നമ്മുടെ നാട്ടിൽ ആർക്കും അവകാശമുണ്ട്. എല്ലാവരും അത് ചെയ്യണം. പക്ഷേ ആ അവകാശം നേടിയെടുക്കേണ്ടത് സത്യസന്ധതയിലൂടെയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാജിയോട് കാട്ടിയ പരമമായ നിന്ദയ്ക്ക് അവരാദ്യം മാപ്പ് പറയണം. എന്നിട്ട് വേണം ആ പോരാളികളുടെ ത്യാഗത്തെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കുന്നത്. കാരണം ചരിത്രം ഇത് മറക്കില്ല, മറക്കാൻ നമ്മളാരും അനുവദിക്കുകയുമില്ല. പ്രത്യേകിച്ച് നേതാജി സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഡിസപ്പിയറൻസുമായി ബന്ധപ്പെട്ട് 20 വർഷമായി റിസർച്ച് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇത് തീരെ സഹിക്കാൻ കഴിയുന്നതുമല്ല. അതുകൊണ്ട് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ശ്രീ റഹീമിനോട് വീണ്ടും ആവർത്തിക്കുന്നു. എത്രത്തോളം കാപട്യം കാണിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയും? നേതാജിയോട് തൻ്റെ സ്വന്തം പാർട്ടി എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത് എന്നതിൻ്റെ ചരിത്രം ഒരുപക്ഷെ ശ്രീ എ റഹീമിന് അറിയുന്നുണ്ടാവില്ല. അദ്ദേഹം അത് മനസ്സിലാക്കണം. അദ്ദേഹം ആത്മാർത്ഥമായിട്ട് അതിനെ ഉൾക്കൊള്ളണം. തൻ്റെ പാർട്ടി, തൻ്റെ പഴയ നേതാക്കൾ, അവരൊക്കെ അദ്ദേഹത്തിനോട് കാണിച്ചിരുന്ന നിന്ദയ്ക്കും നന്ദികേടിനും അദ്ദേഹത്തിൻ്റെ ശിരസ് കുനിയണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഈ വീഡിയോ അദ്ദേഹം കാണുമാറാകട്ടെ, അദ്ദേഹത്തിന് ആ വികാരം ഉണ്ടാകുമാറാകട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാജി സുഭാഷ് ചന്ദ്രബോസിനോട് കാണിച്ച നന്ദികേടിനെ ഓർത്തുകൊണ്ട്, അത് പിന്നീട് ഓർക്കാതിരിക്കാനും മറക്കാനും അവർ കാണിച്ച ആത്മാർത്ഥത, തൊലിക്കട്ടി, ഉളുപ്പില്ലായ്മ തുടങ്ങിയ വികാരങ്ങളെ ഓർത്തുകൊണ്ടും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.